ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. 10 വർഷമായി കേരള സർക്കാർ കർഷകർക്ക് നൽകിയത് കണ്ണീരും വാഗ്ദാനവും മാത്രമെന്ന് സ്വതന്ത്ര കർഷക മുന്നണി. പ്രധാനപ്പെട്ട 3 മുന്നണികളുടെ കർഷക ദ്രോഹ നടപടികൾക്കെതിരെ, കർഷക വഞ്ചനയ്ക്കെതിരെ ഒരു പ്രതിഷേധ സൂചകമായിട്ടാണ് പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. നമുക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ ഇന്ത്യയിൽ കാർഷിക നയങ്ങൾ രൂപീകരിക്കുന്നത് തന്നെ കോർപ്പറേറ്റ് കമ്പനികളാണ്. കോർപ്പറേറ്റ് കമ്പനികൾ നിർമ്മിക്കുന്ന കാർഷിക നയങ്ങൾ നടപ്പിലാക്കാനുള്ള വെറും ഏജന്റുമാരായി മാത്രം ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ മാറിയിരിക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ കർഷകർക്കെതിരായിട്ടുള്ള കരിനിയമങ്ങൾ നടപ്പിലാക്കുകയും കർഷകർക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കാതെ കർഷക ദ്രോഹകരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് മാറി മാറി വരുന്ന എല്ലാ സർക്കാരുകളും. കേന്ദ്രത്തിലാണെങ്കിൽ UPA സർക്കാരും NDA സർക്കാർ അടക്കമുള്ള മുന്നണികളും, കേരളത്തിലെ UDF-ഉം LDF-ഉം മാറി മാറി ഭരിച്ചിട്ടുണ്ട്. ഇവരും ഇത്തരത്തിലുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ഈ കാർഷിക മേഖലയിലെ നിരവധി പ്രസ്ഥാനങ്ങൾ കേരളത്തിലും ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലും, ഇപ്പോൾ ഡൽഹി ചലോ കർഷക പ്രക്ഷോഭം നടന്നു. അപ്പോൾ ഈ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പാലക്കാട് സിവിൽ സ്റ്റേഷന് മുമ്പിൽ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കർഷകർ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ സമരം നടത്തി. കുടിൽകെട്ടി സമരം നമ്മുടെ സിവിൽ സ്റ്റേഷന് മുമ്പിൽ 1.5 മാസത്തോളം നടത്തിയിരുന്നു. അപ്പോൾ ഇത്തരം സമര പരിപാടികളൊന്നും നടത്തിയിട്ടും സർക്കാരുകൾ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിയാണ്, യാഥാർത്ഥ്യമാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. പൊതുമേഖലാ ബാങ്കുകൾ നൽകിയ 12.08 ലക്ഷം കോടി രൂപയിലെ കോർപ്പറേറ്റുകളുടെ 85.5% തുകയും എഴുതിത്തള്ളി. കർഷകരുടെ കിടപ്പാടം ജപ്തി ചെയ്ത് കിടപ്പാടമില്ലാതാക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതെന്നും സ്വതന്ത്ര കർഷക മുന്നണി നേതാക്കൾ ആരോപിച്ചു. സ്ഥാനാർത്ഥി രഘു മാറ്റൂർ, ആറുമുഖൻ പത്തിച്ചിറ, സജീഷ് കുത്തന്നൂർ, റൈമണ്ട് ആന്റണി, രാജീവ് മലമ്പുഴ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.